കേരളത്തിലുള്ള സാധ്യതയും വളരെ വലുതാണ്. കാര്യം വെച്ചാൽ കേരളത്തിനെ സംബന്ധിച്ചോളം വലിയ ഇൻഡസ്ട്രീസ് നമുക്കിവിടെ പറ്റില്ല. കാരണം വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് ലാൻഡ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. ലാർജ് ഇൻഡസ്ട്രീസ്, അതുകൊണ്ട് ലാർജ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് നമുക്ക് സ്ഥലപരിമിതി കൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഓക്യുപ്പൈയിങ് വളരെ കുറച്ചുള്ള ഒരു മേഖലയും അതിനകത്തുനിന്ന് കൂടുതൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് വരുന്ന ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. ആ ഒരു ഇനത്തിൽ വെച്ച് നോക്കുമ്പോൾ ബയോഫാർമ സെക്ടറിലേക്ക് ഒരു 10,000 കോടി സപ്പോർട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കേരളം യൂട്ടിലൈസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാര്യം ഒരു അധികം സ്പേസ് ഓക്യുപ്പൈയിങ് അല്ല, അറ്റ് ദ സെയിം ടൈം നോളജ് വർക്കേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മേഖലയാണ്. നമുക്കിവിടെ ഏറ്റവും കൂടുതൽ നോളജ് വർക്കേഴ്സ് ഉള്ള ഒരു സ്റ്റേറ്റാണ്. അപ്പം ഇത് രണ്ടും സമന്വയിപ്പിച്ചുകൊണ്ട് ഈ സ്ഥലപരിമിതിയും നോളജ് വർക്കേഴ്സും ഈ സപ്പോർട്ടിനെയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മളിത് യൂട്ടിലൈസ് ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായമുള്ളത്.